So, our channel first ever mobile review on this. This is a 5 minutes review. What is it? You have a mobile every site the specs check. എന്നാൽ ഞാൻ ഇവിടെ ആ ഒരു മൊബൈലിന്റെ കീ സ്പെക്സ് മെൻഷൻ ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വാങ്ങിക്കണോ വേണ്ടേ എന്നൊക്കെ തീരുമാനിക്കാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഈ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്യാൻ പോകുന്നത് iQOO 13 key features ആണ്. Cutting edge features, top notch performance and stunning design ഉള്ള ഒരു മൊബൈൽ. നിങ്ങൾ ഒരു ഗെയിമർ ആണെങ്കിലും ടെക് enthusiast ആണെങ്കിലും ഫോട്ടോഗ്രാഫർ ആണെങ്കിലും ഈ ഫോൺ നിങ്ങളെ ഒരിക്കലും ഡിസപ്പോയിന്റ് ചെയ്യില്ല. So let's jump straight into the video and find out why this phone worth your attention. ഞാൻ Akku, welcome to Akku View. Box open ചെയ്താൽ obviously mobile ഉണ്ടാവും. 120 watt fast charger, type C to type C cable and even ഒരു phone case പോലും ഉണ്ട്. Flagship mobiles ഇതെല്ലാം കൂടി വരുന്നത് ഈ സമയത്ത് ഈ ഡേറ്റിൽ വളരെ റയർ ആണ്. സോ ആ ഒരു കാര്യത്തിൽ കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ iQOOനെ അറിയാം. ഡിസൈൻസിലേക്ക് പോവുകയാണെങ്കിൽ iQOO 13 സ്ലിം ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, 213 grams and 8.1 mm thickness ആണ് വരുന്നത്. മാറ്റ് ഫിനിഷ് ഗ്ലാസ്സിലാണ് ഇത് വരുന്നത്. സോ ഒരു പ്രീമിയം ലുക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കിട്ടും. അതേപോലെ നിങ്ങളുടെ ഫിംഗർ പ്രിന്റ്സ് ഈ ഫോണിൽ പതിയില്ല. ഇന്ത്യയിൽ 2 കളേഴ്സിലാണ് വരുന്നത്, നാർഡോ ഗ്രേ ആൻഡ് ലെജൻഡ് എഡിഷൻ. ലെജൻഡ് എഡിഷൻ എന്ന് പറയുമ്പോൾ BMW M മോട്ടോർസ്പോർട്ട് ഇൻസ്പയർഡ് കളറാണിത്. വൈറ്റ് ആൻഡ് സിൽവർ ടച്ചിലായിരിക്കും അത് വരുന്നത്. ക്യാമറയുടെ കൂടെ വരുന്ന RGB മോൺസ്റ്റർ ഹാലോ ലൈറ്റ്സ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ലുക്കാണ് തരുന്നത്. അതേപോലെ ഗെയിമേഴ്സിന് ഒരു ഗെയിമിംഗ് ഫോൺ എന്നൊരു വൈബും തരുന്നുണ്ടാവും. 6.82 ഇഞ്ച് വരുന്ന ഡിസ്പ്ലേ വരുന്നത് 2K AMOLEDയിലാണ്. അതും 144 Hz റിഫ്രഷ് റേറ്റിൽ. ബ്രൈറ്റ് ആൻഡ് വേരിയന്റ് കളേഴ്സ് 4500 nits ബ്രൈറ്റ്നസ് ഇതിനുണ്ടാവും. HDR10+ ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗെയിമിംഗ് ആണെങ്കിലും മൂവീസ് കാണുകയാണെങ്കിലും ഈവൻ ഔട്ട്ഡോർ യൂസിനും വളരെ കംഫർട്ടബിൾ ആയിരിക്കും. ഇതൊരു ഫ്ലാറ്റ് സ്ക്രീൻ ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ആക്സിഡന്റൽ ടച്ചസ് ഇത് കാരണം ഒഴിവാകും. iQOO 13 പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ ഇറ്റ്സ് പവർഡ് ബൈ Snapdragon 8 Elite with 16GB RAM and 512GB ഓഫ് സ്റ്റോറേജ്. അതുകൊണ്ട് തന്നെ ആപ്സ് പെട്ടെന്ന് ഓപ്പൺ ചെയ്യാനും ഗെയിംസ് റൺ ചെയ്യാനും മൾട്ടി ടാസ്കിംഗ് ചെയ്യാനും ഇതൊരു സ്മൂത്ത് പെർഫോമൻസ് തന്നെ തരുന്നുണ്ടാവും. സോഫ്റ്റ്വെയർ വൈസ് നോക്കുകയാണെങ്കിൽ ഫൺ ടച്ച് OS 5 ആണ് ഇതിലുള്ളത്. പ്രീവിയസ് വേർഷൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ക്ലീൻ ആൻഡ് റെസ്പോൺസീവ് ആണ് വിത്ത് മിനിമൽ ബ്ലോട്ട്വെയർസ്. So user can experience perfect blend of simplicity and speed. iQOO 13 350MP camera setup സപ്പോർട്ട് ചെയ്യുന്നു. ഫോട്ടോസ് വൈബ്രൻസ്, ഷാർപ്പ് ആൻഡ് റിയലിസ്റ്റിക് ആണ്. അതേപോലെ പോർട്രൈറ്റിൽ എഡ്ജ് ഡിറ്റക്ഷൻ അക്യൂറേറ്റ് ആണ്. അതേപോലെ സ്കിൻ ടോൺസും റിയലിസ്റ്റിക് ആണ്. വീഡിയോസ് 8Kയിൽ 30 FPSൽ റെക്കോർഡ് ചെയ്യാം. ആൻഡ് കമ്മിങ് ടു സ്റ്റെബിലൈസേഷൻ ഓക്കെ ആണ്, കുറച്ചുകൂടെ ഇംപ്രൂവ്മെന്റ് വേണമായിരുന്നു എന്ന് യൂസേഴ്സ് പറയുന്നു. 32MP ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ കൊണ്ട് നല്ല ക്രിസ്പ് സെൽഫീസ് എടുക്കാം. ആൻഡ് ലോ ലൈറ്റിലും ഡീസൻറ്റ് റിസൾട്ട് തന്നെയാണ് കിട്ടുന്നതെന്ന് പറയുന്നു. സോ വീഡിയോഗ്രഫി ആൻഡ് ഫോട്ടോഗ്രഫിക്ക് പറ്റിയൊരു ഫോൺ തന്നെയാണിത്. ബാറ്ററി ആൻഡ് ചാർജിങ്ങിലേക്ക് വരുമ്പോൾ ഇതൊരു 6000 mAh ബാറ്ററിയോടുകൂടിയാണ് വരുന്നത്. സോ ഹെവി യൂസേജിൽ തന്നെ ഒരു ഫുൾ ഡേ ലാസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇതിനുണ്ട്. ആൻഡ് 120 watts ഫാസ്റ്റ് ചാർജിങ്. ഇത് 0 to 50% 14 മിനിറ്റ്സ് കൊണ്ടും 0 to ഫുൾ ചാർജ് വെറും അരമണിക്കൂർ കൊണ്ടാവുമെന്നാണ് പറയുന്നത്. സീരിയസ്ലി ഇതൊരു ലൈഫ് സേവർ തന്നെയാണ്. ആൻഡ് ഈവൻ ആ ഒരു ചാർജിങ് അനിമേഷൻ പോലും അടിപൊളിയായിട്ടുണ്ട് എന്നാണ് യൂസേഴ്സ് പറയുന്നത്. സോ iQOO 13 നിങ്ങൾ കൺസിഡർ ചെയ്യണോ? ഡെഫിനറ്റ്ലി, ബിക്കോസ് ഗെയിമിംഗ് ലെവൽ പെർഫോമൻസ്, വേഴ്സറ്റൈൽ ക്യാമറ ആൻഡ് ലോങ് ലാസ്റ്റിംഗ് ബാറ്ററീസ് എല്ലാം ഇതിനുണ്ട്. സോ എല്ലാം കൂടെ നോക്കുമ്പോൾ ഇതൊരു പെർഫെക്റ്റ് പാക്കേജ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ ഇതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്, വേണ്ടവർ അതിൽ പോയി ചെക്ക് ചെയ്യാം. സോ ഈ വീഡിയോ ഞാൻ ഇവിടം വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇതുപോലുള്ള മൊബൈൽസിൻ്റെ റിവ്യൂസിന് വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആൻഡ് സീ യു സൂൺ വിത്ത് മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ ഫോർ നൗ.